യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. മാത്രമല്ല, ഈ ഒരു മാസം ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിൽ മക്കളുടെ, കൊച്ചുമക്കളുടെയൊക്കെ പേരുകൾ എഴുതി വച്ച് പ്രാർത്ഥിച്ചൊരു മാസമാണ്. ദോഷമൊന്നും വരത്തില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ഈ വചനം കേൾപ്പിക്കണം. ഇന്നൊരു സുപ്രധാന കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എന്തായി മാറുന്നു എന്നറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാളായി മാറുന്നു. ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടു നടക്കാൻ ഞാൻ പഠിക്കുന്നു. ഒത്തിരി അനുഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും, ദൈവം ചേർത്ത് വയ്ക്കും. ഇന്ന് സമാപന ദിവസമാണ്. ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനങ്ങൾ പറയുമ്പോൾ, ഈ വചനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളു, ആരൊക്കെയാണോ, ഏതെല്ലാം കുഞ്ഞുങ്ങളാണോ, ഏതെല്ലാം മക്കളാണോ ഈ വചനം കേട്ടത്, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള കാര്യങ്ങളെ ഓരോ ദിവസവും കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കണമേ. അവരുടെ ആയുസ്സിനോട്, ആരോഗ്യത്തോട് അനുഗ്രഹമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമേ. ഓർക്കുക, നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. 2030 നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് 2030 ചിന്തിക്കേണ്ടത്. 2025 മുതൽ നമ്മൾ വിതയ്ക്കാൻ തുടങ്ങിയാലേ നമുക്ക് 2030 എത്തേണ്ട സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. 2030 എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം, എവിടെയെങ്കിലും എത്തണം, നന്നാകണം എന്ന് ചിന്തിച്ചാൽ ഇന്നേ അതിൻ്റെ വിതകൾ ആരംഭിക്കണം. വിതയ്ക്കുന്നവനെ കൊയ്യാൻ പറ്റുള്ളൂ. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. കൊയ്യാൻ കത്തിയെടുത്തുകൊണ്ട് പോയിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ധാരാളം വിതയ്ക്കണം. പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിതയ്ക്കുന്നവരാണ്. തലമുറകളിലേക്ക് ധാരാളം കൊയ്യാൻ പറ്റും. അനുഗ്രഹമായത് വരും. ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ മാസം മുഴുവൻ വചനം കേട്ടവർ, അയച്ചു കൊടുത്തവർ, സ്വീകരിച്ചവർ, പ്രാർത്ഥിച്ചവർ